നിലവിൽ LDF-ലെ യുവനിരയിലുള്ള മറ്റൊരു പ്രമുഖയായ ആളാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. അഭിഭാഷകയാണ്, മാധ്യമപ്രവർത്തകയാണ്. ആ നിലയിൽ ഗൗരീശപട്ടത്ത് CPI-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പാർവതിയാണ് കൂടെയുള്ളത്. ഇപ്പോൾ നിലവിൽ ആദ്യമായാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവുന്നത് അല്ലേ? എങ്ങനെ കാണുന്നു? വളരെയധികം വിജയപ്രതീക്ഷയുണ്ട്. നമ്മൾ പ്രവർത്തിച്ചിരുന്ന വാർഡ് DYFI SFI അങ്ങനെ പ്രവർത്തിച്ചിരുന്ന വാർഡ് തന്നെയാണ്. വാർഡിലും LDF-ൻ്റെ നമ്മുടെ ഇപ്പം നിലവിലുള്ള കൗൺസിലറും മുൻപുണ്ടായിരുന്ന കൗൺസിലറും അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ലഭിച്ച ഒരു വാർഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ എന്താണ്? ഒരു കോർപ്പറേഷൻ്റെ ഭാഗമായി ഒരു മത്സരരംഗത്തേക്ക് വരുന്നു, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഇപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ തീരുമാനിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന കൗൺസിലർമാരെല്ലാം വളരെ നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തി. ഇപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ റോഡുകളാണെങ്കിലും മൊത്തം ആ വാർഡ് മെഡിക്കൽ കോളേജ് വാർഡായിരുന്നു മുൻപ്, വിഭജിച്ചാണ് ഇപ്പോൾ ഗൗരീശവട്ടമായത്. മെഡിക്കൽ കോളേജ് വാർഡിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും വലിയ വ്യത്യാസമാണ്. കുമാരപുരത്ത് UPS ഉണ്ട്. ഒരുപാട് വലിയ വ്യത്യാസങ്ങളാണ് കാണുന്നത്. നമ്മൾ 10 വർഷം മുമ്പ് കണ്ടിരുന്ന സ്കൂളല്ല ഞങ്ങളുടെ വാർഡിൽ. ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന സ്കൂളാണ്. വ്യത്യാസം നമ്മൾ ഭയങ്കര പ്രകടമാണ്. ആ വ്യത്യാസം അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. അതിൻ്റെ ഭാഗമാകാൻ ജനങ്ങൾ അനുവദിച്ചാൽ അതിലും വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയട്ടെ. ഇതിലിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി ഈ ഹാളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ചെറുപ്പമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ ഒരു പണ്ട് കാലത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ചെറുപ്പക്കാരായ ആളുകളെ, യുവാക്കളെ പരിഗണിക്കുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ LDF എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ യുവാക്കൾക്ക് വലിയ പരിഗണന നൽകുന്നുണ്ട്. ഇപ്രാവശ്യവും അത് തന്നെയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് വളരെ നല്ലൊരു മാറ്റമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലാണ് നമ്മളത് ഏറ്റവും കൂടുതൽ കണ്ടത്. 5 വർഷം മുമ്പുണ്ട് 2020 തിരഞ്ഞെടുപ്പിൽ വലിയൊരു നിര, യുവാക്കളുടെ ഒരു വലിയ നിര തന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ കണ്ടു. ഇപ്രാവശ്യം അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാൽ പോലും യുവാക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലും യുവാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലും പാർട്ടി വിശ്വസിക്കുന്നു. വെറുതെ വിശ്വസിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അത് പല കാര്യങ്ങളിൽ കാണിച്ചു തരുന്നു എന്നുള്ളത് മുഴുവൻ ജനതയ്ക്കൊരു വിശ്വാസം തന്നെയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കും യുവാക്കളായിരുന്നെങ്കിൽ ഇവർ ഈ പറയുന്ന ഐഡിയയൊക്കെ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ നാട്ടിൽ പലപ്പോഴും വിചാരിക്കുന്നതാണ്. ഈ 5 വർഷക്കാലത്തും അത് കാണാൻ കഴിഞ്ഞു. അതിനിയും കാണാൻ കഴിയട്ടെ. ഇനിയും ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി.